ഹലോ ട്രേഡേഴ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഫെബ് 12 ബുധനാഴ്ച ദിവസം. അപ്പം നമുക്കറിയാം നാളെ നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറി ഡേയും കൂടെയാണ്. അപ്പം ഇന്ന് പ്രത്യേകിച്ചും ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ച് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ദിവസം കൂടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ പ്രീമിയം ഒക്കെ ഏറ്റവും കൂടുതൽ മെൽറ്റ് ചെയ്യുന്ന ഒരു ദിവസം കൂടെയാണ് ഇന്ന്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഓപ്ഷൻ ബയേഴ്സ് പ്രത്യേകിച്ചും രണ്ട് സൈഡിലോട്ടും ട്രാപ്പിലാകാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്ന് ഈ ബുധനാഴ്ച. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ നിഫ്റ്റിയുടെ ക്ലോസിംഗ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നിഫ്റ്റിയുടെ 15-minute ചാർട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നിഫ്റ്റിയുടെ 15-minute ചാർട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ ഒരു 1:15 തൊട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തിടം വരെ നിഫ്റ്റി ഇന്നലെ ഒരു നാരോ റേഞ്ചിലായിരുന്നു ഫുൾ ടൈം ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഉച്ച കഴിഞ്ഞു, അതായത് ആഫ്റ്റർനൂൺ സെഷൻ കംപ്ലീറ്റ് ഒരു നാരോ റേഞ്ച്, ആ റേഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പം ഇതാണ് ആ റേഞ്ച്. ആ ലെവലും കൂടെ നമുക്ക് നോട്ട് ചെയ്യാം. 23,120 അത് അപ്സൈഡ് അപ്പർ ലെവല്. അതുപോലെ ലോവർ ലെവൽ എന്ന് പറയുന്നത് 22,992. ഏകദേശം ഒരു 120 പോയിന്റിന്റെ ഒരു ഡിഫറൻസേ ഉള്ളൂ ഈ ഒരു രണ്ട് ലെവലുകൾ തമ്മിൽ. അപ്പം ഈ ഒരു ടൈറ്റ് റേഞ്ചിൽ നിഫ്റ്റി ഇന്നലെ ഫുള്ള് ഒരു ആഫ്റ്റർനൂൺ സെഷനിൽ ട്രേഡ് ചെയ്തു. ഇന്ന് ട്രേഡേഴ്സിനെ സംബന്ധിച്ച്, അതായത് ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ച് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു റേഞ്ചാണിത്. അപ്പം ഇത് ഇങ്ങനത്തെ ഒരു ടൈറ്റ് നാരോ റേഞ്ചിൽ മാർക്കറ്റ് പ്ലേ ചെയ്യുമ്പോഴത്തേനും നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഓപ്ഷൻ ബയേഴ്സ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ച് പ്രീമിയം എഴുത്താനുള്ള ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു നാരോ റേഞ്ചിൽ അല്ലെങ്കിൽ ഒരു റേഞ്ച് ബോണ്ടഡ് മാർക്കറ്റ് നിൽക്കുമ്പോഴത്തേനാണ് നമുക്ക് ഒരിക്കലും നമ്മളൊരു ഹോപ്പിൽ പലപ്പോഴും നമ്മൾ ഈ റേഞ്ചിനകത്ത് തന്നെ നിഫ്റ്റി ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും വലിയ ട്രാപ്പിംഗ് സംഭവിക്കുന്നത് ഈ റേഞ്ചിനകത്തായിരിക്കും. അതായത് ഈ 100 പോയിന്റിന്റെ ഗ്യാപ്പിൽ ഈ റേഞ്ചിനകത്താണ് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം. പക്ഷേ ഇതൊരു നോ ട്രേഡ് സോൺ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ഇങ്ങനത്തെ നാരോ റേഞ്ചുകൾ ശരിക്കും പറഞ്ഞാൽ ഓപ്ഷൻ ബയേഴ്സിനെ ട്രാപ്പ് ചെയ്യുന്ന റേഞ്ചുകളാണ്. ഓപ്ഷൻ ബയേഴ്സിന് എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഇന്ന് പുട്ട് സൈഡിലോട്ടോ കോൾ സൈഡിലോട്ടോ കിട്ടണമെങ്കിൽ ഈ ഒരു റേഞ്ചിന് വെളിയിലോട്ട്, അതായത് മുകളിലോട്ടോ താഴോട്ടോ പോയെങ്കിൽ മാത്രമേ നമുക്കൊരു കോൾ ഓപ്ഷൻ അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻസ് ആയിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾ ഇതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ വളരെ കെയർഫുൾ ആയിരിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഈ ഒരു സപ്പോർട്ട് ലെവൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്തു. അതായത് ഈ ഒരു സപ്പോർട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ ഞാനത് മാർക്ക് ചെയ്യാം, 23,256. അപ്പം ഇവിടുന്ന് ഈ ഒരു റേഞ്ചിൽ നിന്ന് മുകളിലോട്ട് നിഫ്റ്റി ബ്രേക്ക് ഔട്ട് ചെയ്താൽ പോലും നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ അധിക നേരം നിങ്ങൾക്ക് അത് ഹോൾഡ് ചെയ്യരുത്. നിങ്ങളുടെ കോൾ പൊസിഷൻ ഈ ഒരു ലെവലിൽ തന്നെ ഉറപ്പായിട്ടും ഇവിടുന്ന് ഷാർപ്പ് സെല്ലിങ് വീണ്ടും വരും എന്നുള്ളത് 100% അത് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. അതുകൊണ്ട് മുകളിലോട്ടൊക്കെ നമുക്ക് കോൾ ബയേഴ്സിന്, കോൾ ഓപ്ഷൻ ബയേഴ്സിന് ശരിക്കും പറഞ്ഞാൽ അത് പ്രോപ്പറായിട്ടുള്ള നിങ്ങളുടെ ടാർഗറ്റ് നിങ്ങൾ കീപ്പ് ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറിയിരിക്കണം. അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാൻ യാതൊരു കാരണവശാലും നിങ്ങൾ അത് ചെയ്യരുത്. നിങ്ങളുടെ കോൾ സൈഡിലോട്ട് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ടുള്ള ടാർഗറ്റുകൾ നിങ്ങളുടെ റിസ്ക് റിവാർഡ് നോക്കിയിട്ട് നിങ്ങളുടെ ടാർഗറ്റുകൾ നിങ്ങൾ എത്തുമ്പോഴത്തേനും നിങ്ങൾ പ്രോപ്പറായിട്ട് ബുക്ക് ചെയ്ത് മാറിയിരിക്കണം. കാരണം വെച്ചാൽ അപ്പർ ലെവലിൽ നിന്ന് ഷാർപ്പായിട്ടുള്ള സെല്ലിങ്ങൾ വീണ്ടും വരാനുള്ള സാധ്യത ഇന്ന് വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് നിഫ്റ്റിയുടെ കഴിഞ്ഞ 4-5 ദിവസത്തെ പാറ്റേൺ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി ലോവർ ഹൈ ഫോമിലാണ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു സമയത്ത് പോലും നിഫ്റ്റി അതിന്റെ പ്രീവിയസ് ഹൈയെ ബ്രേക്ക് ചെയ്തിട്ടേ ഇല്ല. നമുക്ക് ഇവിടെ കാണാൻ പറ്റും വളരെ വ്യക്തമായിട്ട് ഇത്. അപ്പൊ നിങ്ങളിപ്പം ഈ ഒരു മാർക്കറ്റിന്റെ സ്ട്രക്ചറുകൾ നിങ്ങൾ മനസ്സിലാക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ചാർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇതുണ്ടോ, അതായത് ലോവർ ഹൈ ഫോർമേഷനാണ് മാർക്കറ്റ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സമയത്ത് പോലും ഈ മാർക്കറ്റിന് അതിന്റെ ഒരു പ്രീവിയസ് ഹൈ കട്ട് ചെയ്ത് ഒന്ന് മേളിലോട്ട് കയറാൻ പോലും സാധിച്ചിട്ടില്ല. അപ്പോഴത്തേനും മാർക്കറ്റ് ഇത് കാണിക്കുന്നത് മാർക്കറ്റ് ഭയങ്കരമായിട്ടുള്ള ബിയറിഷ് മോഡലാണെന്നാണ് കാണിക്കുന്നത്. അതുകൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഈ നിഫ്റ്റി ഇന്നലെ ഇവിടെ ഒരു ആഫ്റ്റർനൂൺ സെഷനിൽ ഈ സപ്പോർട്ട് എടുക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം
നിഫ്റ്റിയേക്കാൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ബാങ്ക് നിഫ്റ്റിയാണ്. അപ്പൊ ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് നിഫ്റ്റിയിൽ വലിയൊരു ഷാർപ്പ് ഫോള് സംഭവിക്കാതെ നിൽക്കുന്നത്. ഇപ്പം ബാങ്ക് നിഫ്റ്റിയും കൂടെ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ നിഫ്റ്റിയിൽ വീണ്ടും ഒരു കനത്ത ഫോള് സംഭവിച്ചാണ് ഇന്നലെയെന്നും. അതുകൊണ്ട് ഇപ്പൊ നമ്മളിപ്പോ നിഫ്റ്റിയുടെ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ നമ്മുടെ ഡെയിലി ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന വേറൊരു കാര്യം, നമുക്ക് ഈ ഡെയിലി ചാർട്ടിൽ നമുക്ക് ഫിബൊനാച്ചി റീട്രേസ്മെന്റ് ലെവൽ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ലോയിൽ നിന്നും ഈ ഒരു ഹൈ വരെ മാർക്കറ്റ് പോയി. അതിന്റെ 50% റീട്രേസ്മെന്റ് ലെവൽ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അതായത് ഈ ഒരു ലെവല് ഇതായിരുന്നു നിഫ്റ്റിയുടെ 50% റീട്രേസ്മെന്റ് ലെവല്. ഞാനത് വേറൊരു കളർ കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ 15 മിനിറ്റ് ചാർട്ടിലോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് മാർക്കറ്റ് തൊട്ട് തലേദിവസം, അതായത് തിങ്കളാഴ്ച ദിവസം എക്സാക്ട്ലി ആ ഒരു ലെവൽ വന്ന് സപ്പോർട്ട് എടുത്ത് നിൽക്കാൻ നോക്കുക. അതായത് നിഫ്റ്റിയുടെ 50% റീട്രേസ്മെന്റ് ലെവലിൽ നിഫ്റ്റി സപ്പോർട്ട് എടുക്കാൻ നോക്കി, അവിടെ സപ്പോർട്ട് എടുത്ത് അതിന് മുകളിലാണ് ക്ലോസ് ചെയ്തത്. പക്ഷെ ഇന്നലെ വീണ്ടും ആ ക്രിട്ടിക്കൽ ആയിട്ടുള്ള 50% ഫിബൊനാച്ചി റീട്രേസ്മെന്റ് ലെവലും കൂടെ ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി താഴോട്ട് പോയി. പക്ഷെ നിങ്ങൾ ഈ ഒരു സെയിം കാര്യം തന്നെ നിങ്ങൾ ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇത് ബാങ്ക് നിഫ്റ്റിയുടെ നമുക്ക് 50 മിനിറ്റിൽ നമുക്ക് നോക്കാം, 1 ഡേ ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കാം. വൺ ഡേ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുമ്പോഴത്തേനും നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ ഫിബൊനാച്ചി റീട്രേസ്മെന്റ് ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ, അതായത് ബാങ്ക് നിഫ്റ്റി ഇന്നലെയാണ് അതിന്റെ 50% റീട്രേസ്മെന്റ് ലെവൽ ബാങ്ക് നിഫ്റ്റി എത്തിയത്. അപ്പൊ അതുകൊണ്ടാണ് ഇന്നലെ നിഫ്റ്റിയിലുള്ള ആ ഒരു അവസാനത്തെ സെഷനിൽ നിഫ്റ്റി അധികം ഫോളോ ചെയ്യാതെ പിടിച്ചു നിൽക്കാനായിട്ട് നിഫ്റ്റിയെ ഹെൽപ്പ് ചെയ്ത ഇൻഡെക്സ് എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റിയാണ്. കാരണം ഇന്നലെയാണ് ബാങ്ക് നിഫ്റ്റി അതിന്റെ 50% റീട്രേസ്മെന്റ് ലെവൽ സപ്പോർട്ട് എടുത്തത്. അത് ഓൾറെഡി തിങ്കളാഴ്ച ദിവസം നിഫ്റ്റി അതിന്റെ 50% റീട്രേസ്മെന്റ് ഞാനിപ്പോ കാണിച്ച പോലെ അത് ബ്രേക്ക് ഡൗൺ ചെയ്തു. പക്ഷെ ബാങ്ക് നിഫ്റ്റി ഇന്നലെ അതിന്റെ 50% റീട്രേസ്മെന്റ് ലെവൽ വന്നപ്പോഴത്തേനും സപ്പോർട്ട് എടുത്തു. ഇപ്പം നിഫ്റ്റിയെ സംബന്ധിച്ച് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു ലെവല്, ഞാനത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയുടെ 49,184, അതായത് 49,200 കൂട്ടിക്കുക. ആ ലെവലുകൾ നിഫ്റ്റി അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നലത്തെ ഡേ ലോ, ഈ ലോ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഡേ ലോ ഇന്ന് ബാങ്ക് നിഫ്റ്റി ഇന്ന് മോർണിംഗ് സെഷനിൽ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് കാണാൻ പറ്റുന്ന നിഫ്റ്റിയിലും ഒരു ഷാർപ്പ് സെൽ ഓഫ് ഇന്നും വീണ്ടും സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇന്ന് വളരെ ശ്രദ്ധിച്ച് മാത്രമേ നിങ്ങൾ ഒരു കോൾ സൈഡിലോട്ട് എൻട്രി എടുക്കാൻ പാടുള്ളൂ. അത് തന്നെയല്ല, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ ഒരു റേഞ്ചിനകത്താണ് നിഫ്റ്റി ഇന്ന് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ യാതൊരു കാരണവശാലും ഇതിനകത്ത് നിങ്ങൾ ഒരു എൻട്രി എടുക്കാൻ പാടില്ല. കാരണം ഇതൊരു സ്ട്രിക്റ്റ് നോ ട്രേഡ് സോൺ ആണ്. അപ്പൊ അതുകൊണ്ട് ഒന്നെങ്കിൽ ഈ ലെവലിന് മുകളിലോട്ട് ബ്രേക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ടും ഈ ഒരു ലെവല്, അതായത് ഈ ഒരു ഫെബ് 3 മൺഡേയിലെ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത ലെവല്, ഇവിടെ നിന്നാണ് ഫർദർ സിവിയർ ഫോൾ സംഭവിച്ചത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇവിടെ നിങ്ങൾ ഈ ഒരു ലെവലിന് മുകളിൽ നിങ്ങളൊരു കോൾ ഓപ്ഷൻ നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ അത് ഇൻ കേസ് ഇവിടം വരെ എത്തുവാണെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ ടാർജറ്റ് ബുക്ക് ചെയ്ത് മാറിയിരിക്കണം. ഈ ലെവലിനകത്ത് ഓപ്പൺ ചെയ്തിട്ട് ഈ ലെവലിനകത്താണ് മാർക്കറ്റ് ഇന്ന് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒരു സംഭവിക്കാൻ ഉള്ള ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രീമിയം നിങ്ങളുടെ മെൽറ്റ് ആകത്തേ ഉള്ളൂ. കാരണം വെച്ചാൽ മാർക്കറ്റ് ഇന്ന് മിക്കവാറും കണ്ടിന്യൂസ് ആയിട്ട് 4 ദിവസം അടുപ്പിച്ച് ഫോൾ ആയിരുന്നു. അതുകൊണ്ട് മിക്കവാറും ഇന്ന് മാർക്കറ്റ് ഒരു റേഞ്ച് ബൗണ്ടായിട്ട് നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ലെവലും കൂടെ ഇന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നിഫ്റ്റിക്ക് അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഈ ഒരു ഗ്യാപ്പ്, ചെറിയൊരു ഗ്യാപ്പ് ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ ഈ ഗ്യാപ്പും കൂടെ ഫില്ല് ചെയ്ത് നിഫ്റ്റി ഇന്നിപ്പം ഇവിടെ ക്ലോസ് ചെയ്യുവാണ്, ഇവിടെ സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന്
വളരെ കെയർഫുൾ ആയിട്ട് മാത്രമേ നിങ്ങൾ ചാടിക്കറി മോർണിംഗിലൊന്നും എൻട്രി എടുക്കാൻ പാടില്ല. പ്രത്യേകിച്ചും ഈ ലെവലിനകത്താണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ചാടിക്കറി രാവിലെ യാതൊരു കാരണവശാലും ഒരു എൻട്രി എടുക്കരുത്. അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക. നിങ്ങളുടെ പ്രോപ്പറായിട്ടൊരു ട്രാൻസാക്ഷൻ സെറ്റപ്പ് ഇല്ലാതെ നിങ്ങൾ യാതൊരു കാരണവശാലും നിങ്ങൾ എൻട്രി എടുക്കരുത്. പിന്നെ എപ്പോഴും ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ച് പല ട്രേഡേഴ്സിനും നഷ്ടം വരുന്നതിന് പ്രധാനപ്പെട്ട കാരണം അവർക്ക് ആർക്കും, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ കാര്യം പറയുന്നത്, കാരണം വെച്ചാൽ നമുക്ക് ആർക്കും ഒരു പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ SL വെക്കുന്നത് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. കാരണം വെച്ചാൽ നമുക്ക് SL അടിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല. അപ്പം SL അടിച്ചില്ലെങ്കിൽ നമുക്കിപ്പം അത് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല, കാരണം നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് നമുക്ക് പലപ്പോഴും നമുക്ക് ലോസ് ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നമുക്ക് SL വെക്കാൻ പേടിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ലോസ് പല പല പ്രാവശ്യം ചിലപ്പോൾ അനുഭവം കാണും. വെച്ച് കഴിഞ്ഞാൽ SL അടിച്ചിട്ട് SL ഹിറ്റ് ചെയ്തിട്ട് ചിലപ്പം മുകളിലോട്ട് പോകുന്നൊരു അനുഭവം. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്ന വെച്ചാൽ നമ്മൾ SL വെക്കത്തില്ല. പക്ഷെ നമ്മൾ SL അടിച്ചോട്ടെ, SL എന്ന് പറയുന്നത് SL വെക്കുന്ന SL അടിക്കാനാണ് വെക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ആ പ്രോപ്പറായിട്ട് റിസ്ക് റിവാർഡ് വെച്ചിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നമുക്ക് ഈ ഒരു ലോസിന്റെ ഒരു പ്രശ്നം പലപ്പോഴും മാറത്തില്ല. കാരണം നമ്മൾ SL വെക്കണം. കാരണം SL നമ്മൾ വെക്കാൻ നമുക്ക് മടിയുള്ളതിന്റെ ഒരു പ്രധാനപ്പെട്ട വേറൊരു കാരണം കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എടുക്കുന്ന എൻട്രി എന്ന് പറയുന്നത് പ്രോപ്പർ ലെവലിൽ അല്ലാത്തത് കൊണ്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ലെവലിൽ നമ്മൾ എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നോർമൽ, അതായത് നമുക്ക് നമ്മുടെ പോക്കറ്റും താങ്ങാൻ പറ്റുന്ന ഒരു സ്റ്റോപ്പ് ലോസിൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം നമ്മുടെ ഇൻട്രാഡേ ട്രേഡിങ്ങിൽ, പ്രത്യേകിച്ച് കോൾ ഓപ്ഷൻ ബൈങ്ങിൽ നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്തെടുക്കേണ്ടത് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലുകൾ വരുമ്പോൾ മാത്രം നമ്മൾ കോൾ ഓപ്ഷൻ മേടിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് ആ റെസിസ്റ്റൻസ് ലെവൽ മാത്രം നമ്മൾ പുട്ട് ഓപ്ഷൻ മേടിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു പോക്കറ്റ് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമുക്ക് ഒരു എൻട്രി എടുക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷൻ സെറ്റപ്പിൽ മാത്രം ഇന്ന് എൻട്രി എടുക്കുക. ഹാപ്പി ട്രേഡിംഗ്.